Good evening, all of you, and welcome to the third section of the class. Third section in the sense, നമ്മളൊരു സ്റ്റാർട്ട് ചെയ്ത് വെച്ച ഒരു ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്സിൻ്റെ തേർഡ് സെഷനിലേക്ക് വെൽക്കം. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു ബൈനോമിയൽ ബെർണോളി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ എന്തായാലും അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്ത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻസ്, ഇത്രയൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് ക്ലാസ് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, for Bernoulli distribution with probability P of a success and Q of a failure, the relation between mean and variance that holds is. അതായത് ബെർണോളി ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ പ്രോബബിലിറ്റിയുടെ സക്സസിന്റെ പ്രോബബിലിറ്റി പി ആണ് തന്നിട്ടുണ്ട്, ഫെയിലുവറിന്റെ പ്രോബബിലിറ്റി ക്യൂ ആണ് തന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ മീൻ ആൻഡ് വേരിയൻസ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും നമ്മളിത് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഏതിനാണ്? ബൈനോമിയലിന് അല്ലെ? ബൈനോമിയലിന് ഞാൻ തിയറട്ടിക്കൽ കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഇതേ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മീനിന്റെയും വേരിയൻസിന്റെയും റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ ബെർണോളിക്ക് പിന്നെ നമ്മൾ ഒരുപാട് ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ബൈനോമിയലിന്റെ അതേ തിയറട്ടിക്കൽ എക്സ്പ്ലനേഷൻസ് ആണ് ബെർണോളിക്കും വരാം. നമുക്കറിയാം ബെർണോളിയുടെ മീൻ എന്ന് പറയുന്നത് പി ആണ്, വേരിയൻസ് എന്ന് പറയുന്നത് ക്യൂ ആണ് അല്ലെ? അപ്പോ യൂഷ്വലി എന്തായിരിക്കും മീൻ വേരിയൻസ് റിലേഷൻഷിപ്പ് വരിക? അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വെറുതെ പി, അതിപ്പോ എക്സാം ഹാളിൽ ഇരുന്നിട്ടാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്ന് പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ പിക്കും ക്യൂനും 2 വാല്യൂസ് ഇട്ട് കൊടുക്കുക. പിന്നെ പിക്കും ക്യൂനും വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വി ഹാവ് ദ റിലേഷൻഷിപ്പ് ദാറ്റ് പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1. ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്കുണ്ട്. അപ്പൊ ചുമ്മാതെ പിക്കും ക്യൂനും വാല്യൂ ഇടാൻ പറ്റില്ല. പിക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ 1 മൈനസ് ആ പി വാല്യൂ ആയിരിക്കണം ക്യൂവിന് കൊടുക്കേണ്ടത്. അങ്ങനെ 2 വാല്യൂസ് വെറുതെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈനോമിയലിന്റെ കേസിൽ മീൻ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ വേരിയൻസ്. ഇതാണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ ബൈനോമിയലിന്റെ അതേ ക്യാരക്ടേഴ്സ് തന്നെയാണ് ബെർണോളിക്ക്. സോ മീൻ ഗ്രേറ്റർ ദാൻ വേരിയൻസ് ആയിരിക്കും. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. ദ സെക്കൻഡ് ക്വസ്റ്റൻ ഇസ് ദാറ്റ് the mean and variance of a binomial distribution are 8 and 4 respectively. ഞാൻ കുറച്ച് ഷോർട്ട് ആക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് എഴുതിയിരിക്കുന്നത് ഫോർ ദ സേക്ക് ഓഫ് സ്പേസ്. ഓക്കെ, അപ്പോൾ ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആർ 8 and 4 റെസ്പെക്റ്റീവ്ലി. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും തന്നിട്ടുണ്ട്, 8ഉം 4ഉം ആണ്. ദെൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 1/2 raised to 12 ആകാം, 1/2 raised to 4 ആകാം, 1/2 raised to 6 ആവാം, 1/2 raised to 8 ആവാം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുക? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അതിന് കുറച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും തിയറട്ടിക്കൽ കോൺസെപ്റ്റ് പറഞ്ഞാൽ മതി. അതായത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ് സ്ട്രെസ് ചെയ്തിരിക്കുന്നതെന്ന് പ്രത്യേകം വായിച്ച് മനസ്സിലാക്കുക. അല്ലാതെ ബൈനോമിയലിന് വായിച്ചിട്ട് പോയിസോണ്ട് ഇട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും ആണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ വരണം. അതിനാണ് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്യണമെന്ന്. ആ ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എൻ പി ഈക്വൽ ടു 8. അതായത് ആ മീൻ 8 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എൻ പി ക്യൂ ഈക്വൽ ടു, അതായത് വേരിയൻസ് 4 ആണെന്ന് തന്നിട്ടുണ്ട്. വേരിയൻസ് എന്ന് പറയുന്ന ബൈനോമിയലിന്റെ കേസിൽ എൻ പി ക്യൂ ആണ്. ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? ഈ എൻ പി എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അപ്പൊ എന്ത് കിട്ടും? 8 into q is equal to 4. That is q is equal to 4/8. That is 1/2. Simple. q 1/2 ആണെങ്കിൽ p എന്തായിരിക്കും? Obviously 1/2 തന്നെയായിരിക്കും. Because there is a relation, that is p plus q is equal to 1. പിയും ക്യൂവും 1/2 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇതിനകത്ത് ആ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്നിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അതായത് അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരാം, എന്തിനാ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതെന്ന്. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ് ക്വസ്റ്റ്യൻ. ഇപ്പോ ഒരുവിധം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം, എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ബൈനോമിയൽ എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എന്ന് ഊഹിക്കാം.
ഇനി എങ്ങാനും ആർക്കെങ്കിലും, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സംഭവം പഠിച്ചിട്ടേ ഇല്ലാത്ത ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ, ഓക്കെ, സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ പറയണമെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഒരു റാൻഡം വേരിയബിൾ ഉണ്ടായിരിക്കണം. ആ റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ട്രെസ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ മീനും വേരിയൻസും ബൈനോമിയലിന്റെ ആണ് തന്നിട്ടുള്ളത്. സോ എക്സ് ഫോളോ ചെയ്യുന്ന ബൈനോമിയൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അതിനൊരു എന്നും ഒരു പിയും ഉണ്ടാവണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന പി ഓഫ് എക്സ് ഈക്വൽ ടു 1 കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. അതാണ് നമ്മുടെ പി ഓഫ് എക്സ്. അതാണ് നമ്മുടെ എൻ സി എക്സ്, പി റേസ് ടു എക്സ്, ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുന്ന പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. പി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ആണ് പി ഓഫ് എക്സ്. ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ആണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഓരോ പോയിന്റിലെയും പ്രോബബിലിറ്റി ആണ് നമ്മൾ മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇവിടെ സ്മോൾ എക്സിന് പകരം 1 വന്നാൽ പോരെ. അതായത് എൻ സി 1, പി റേസ് ടു 1, ക്യൂ റേസ് ടു എൻ മൈനസ് 1. അപ്പൊ ഇവിടെ എന്ത് വേണം? എന്നും പിയും ക്യൂവും ഒക്കെ വേണം. അതുകൊണ്ടാണ് നമ്മൾ എൻ പി ക്യൂ എൻ പിയും ഒക്കെ സോൾവ് ചെയ്ത് എന്നും പിയും ക്യൂവും ഒക്കെ കണ്ടുപിടിക്കാൻ പോയത്. ഇത് ഒട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാത്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. ഓക്കെ, എൻ പി ഈക്വൽ ടു 8. സോ n into 1/2 equal to 8. So n is equal to 16. അപ്പൊ നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 16c1 1/2 raised to 1 1/2 raised to 15. That is 16 minus 1. ഇതിന് സിമ്പിൾ ആണ്. 16c1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 16 ആണ് അല്ലെ. അപ്പോൾ 16 into 1/2 raised to 16. Because ഇവിടെ ഒരു 1/2 ഉണ്ട്, ഇവിടെ ഒരു 2 raised to 15 ഉണ്ട്. So 2 raised to 16. So 16/2 raised to 16. അതെന്ന് പറഞ്ഞാൽ 1/2 raised to 12 ആണ്. ഒരു 2 വെച്ച് ക്യാൻസൽ ചെയ്ത് പോയാൽ മതി. So the right answer is option A. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അത് എക്സ് ഈക്വൽ ടു 1 തന്നെ ആവണം എന്നില്ല എപ്പോഴും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവാം. ഇപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ പറയാണ്, കാര്യം അതിനായിട്ട് നമ്മളൊരു പുതിയ ക്വസ്റ്റ്യൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല, ബിക്കോസ് ഒരൊറ്റ പോയിന്റ് കൊടുത്താൽ മതിയായിരുന്നു. അതിന് പകരം ഇവിടെ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 മറ്റോ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ മാറും? ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ സിമിലർ ആണ്. എൻ പി ക്യൂവും എൻ പി ഒക്കെ വെച്ചിട്ട് എന്നും പിയും ക്യൂ ഒക്കെ കണ്ടുപിടിച്ചു. പക്ഷെ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ 2 മുതൽ അങ്ങോട്ടുള്ള ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആണ്. അതായത് ഗ്രേറ്റർ ദാൻ 2 ആയതുകൊണ്ട് 2 ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ബിക്കോസ് ദാറ്റ് ഇസ് എൻ ഓപ്പൺ ഇന്റർവൽ. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ ഡിസ്ക്രീറ്റ് കേസിലാണ് കേട്ടോ. അത് ഒരുപാട് കുട്ടികളും നമ്മളിപ്പോ എന്താ ആൻസർ ഷീറ്റ് ഒക്കെ നോക്കുന്ന സമയത്താണെങ്കിലും മോസ്റ്റ്ലി എല്ലാവരും മിസ്റ്റേക്കൺ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഗ്രേറ്റർ ദാനും ഈക്വൽ ടു എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്സ്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പറയാം, ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ കണക്ട് ചെയ്ത് പറയുന്നോണ്ടാണ്. ഓക്കെ, ഡിസ്ക്രീറ്റ് കേസിലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാലും സെയിം അല്ല. ബിക്കോസ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് അറിയാം. അപ്പൊ ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ അവിടെ 2 വരില്ല, 3 മുതലേ വരുള്ളൂ. പക്ഷെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അവിടെ 2 മുതൽ വരും. അതേപോലെ തന്നെയാണ് ലെസ് ദാന്റെ കേസിൽ. പക്ഷെ കണ്ടിന്യൂസ് കേസിൽ നമുക്ക് അങ്ങനെയല്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ ഒരേ മീനിങ് ആണ്. ബിക്കോസ് വി ഡോണ്ട് നോ വിച്ച് ഇസ് ദ നെക്സ്റ്റ് വാല്യൂ. ഓക്കെ, നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് അറിയില്ല, അടുത്ത വാല്യൂ ഏതാന്ന് അറിയില്ല. അപ്പൊ ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാലും എന്ത് വരും? അതില് 2 വരും. അതുപോലെ ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാലും 2 വരും. അതാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റിൽ നമുക്ക് ഓരോന്നും അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ കണ്ടിന്യൂസ് കേസിൽ നമുക്ക് അങ്ങനെ അറിയില്ല. അപ്പൊ നമുക്ക് അവിടെ ഇന്റഗ്രേഷൻ എടുക്കാം.
അതായത് ഇപ്പോൾ കണ്ടിന്യൂസ് കേസിൽ ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ ഒരു 2 പോയിന്റ് എത്രയാണ് അടുത്തതെന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോൾ 2.00000001 ആയിരിക്കും. വോട്ട് എവർ ഇറ്റ് ഇസ്, ദാറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ്. ആ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ആ ഒരു വാല്യൂ ഏതാണെങ്കിലും അതും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്ക് അവിടെ ഇന്റഗ്രേഷനെ കൊടുക്കാൻ പറ്റൂ. അപ്പൊ 2 മുതലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് നെക്സ്റ്റ് വാല്യൂ ഏതാന്ന് അറിയില്ലല്ലോ. പക്ഷെ ഡിസ്ക്രീറ്റിൽ അങ്ങനെയല്ല. അപ്പൊ ഇവിടെ നമുക്ക് 3 വരും, 4 വരും, 5 വരും, എക്സെട്ര അപ് ടു n വരെ വരും. ഇവിടെ n 16 ആയതുകൊണ്ട് 16 വരെ വരും. അത്രയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിസിറ്റിക്ക് 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എടുക്കാം. അപ്പൊ 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0, 1, 2 ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കിക്കോളാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് ഇടുക. ഓക്കെ, കമന്റിൽ ഒന്ന് ഇടുക. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിടാം, ഇഫ് നെസസറി. ആവശ്യമുള്ളവർ മാത്രം. ഓക്കെ, അപ്പൊ ഇതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് ഫോളോസ് ബൈനോമിയൽ 3 1/2, y follows binomial 5 1/2, and they were independent, then what is the probability of x plus y is equal to 3? That is the question actually. x follow ചെയ്യുന്നത് 3 1/2 ആണ്, y follow ചെയ്യുന്നത് 5 1/2 ആണ്. രണ്ടും ബൈനോമിയൽ ആണ്. അപ്പൊ ഞാൻ ഇവിടെ സ്മോൾ ലെറ്റർ ഇടാനുള്ള ഒരു റീസൺ എന്താ വെച്ചാൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്മോൾ ബി കണ്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ ബി ആണ് യൂസ് ചെയ്യുക. പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്മോൾ ബിയും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി അത് വേറെ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ സ്മോൾ ബി ഇട്ട് കാണിച്ചത്. ഓക്കെ, അപ്പൊ if x follows binomial 3 1/2 and y follows binomial 5 1/2 and they were independent, what is the probability of x plus y is equal to 3? ഇത് നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. ഒരെണ്ണം കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, രണ്ടാമത്തേത് വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തേത് തിയറട്ടിക്കൽ കൺസെപ്റ്റ് ഒന്നും ബൈഹാർട്ട് ചെയ്യാത്ത, അതായത് എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അറിയാം പക്ഷെ ഞാൻ റിസൾട്ട്സ് ഒന്നും കാണാതെ പഠിച്ചിട്ടില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ഇത് ചെയ്യാം. എങ്ങനെ? പി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എക്സും വൈയും കൂടെ കൂട്ടുമ്പോ എന്ത് വരണം? 3 കിട്ടണം. ഇവിടെ പറയുന്നുണ്ട് എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ 3 1/2 ആണ്. അതായത് n1p, ദാറ്റ് ഈസ് എക്സിന്റെ കേസിൽ n വാല്യൂ 3 ആണ്. അതായത് എക്സിന്റെ വാല്യൂ 0 മുതൽ 3 വരെ പോകാം. y ആണെങ്കിലോ ബൈനോമിയൽ 5 1/2 ആണ്. അതായത് n2p. p രണ്ടിടത്തും സെയിം ആണ്, 1/2 1/2 ആണ്. n1 നും n2 നും ആണ് വ്യത്യാസമുള്ളത്. y എവിടെ വരെ പോവാം? 0 1 2 3 എക്സെട്ര അപ് ടു 5 വരെ പോവാം. അപ്പൊ എക്സിന്റെ വാല്യൂ 3 വരെ വരാം, വൈയുടെ വാല്യൂ 5 വരെ പോകാം. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ 3 വരണം. അതായത് ഈ എക്സും വൈയും കൂടെ കൂട്ടിയാൽ 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദ്യം. അങ്ങനെയുള്ള എത്ര ട്രയലുകൾ നമുക്ക് എടുക്കാം? ഒന്നുകിൽ എക്സിന്റെ വാല്യൂ 0 വരാം, അല്ലെങ്കിൽ വൈയുടെ എക്സിന്റെ വാല്യൂ y വരാം. ഞാൻ അങ്ങനെ എഴുതി കാണിക്കാം, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഓക്കെ, ഒന്നുകിൽ എക്സിന്റെ വാല്യൂ 0യും വൈയുടെ വാല്യൂ 3യും വരാം. 0 പ്ലസ് 3 കിട്ടിയല്ലോ. അല്ലെങ്കിൽ 1ഉം 2ഉം വരാം, 1 പ്ലസ് 2 3. അല്ലെങ്കിൽ 2ഉം 1ഉം തിരിച്ചു വരാം. അതായത് എക്സ് 2ഉം വൈ 1ഉം ആവാം. അല്ലെങ്കിൽ 3 0 വരാം, അതായത് എക്സ് 3യും വൈ 0യും വരാം. ഇങ്ങനെയുള്ള 4 സിറ്റുവേഷൻസിലാണ് നമുക്ക് എന്ത് വരുന്നത്? എക്സ് പ്ലസ് വൈ 3 വരുന്നത്. വേറെ ഒന്നും വരില്ല. 2ഉം 2ഉം എടുത്താൽ 4 വരും, 2ഉം 4ഉം എടുത്താൽ 6 വരും, 2ഉം 5ഉം എടുത്താൽ 7 വരും, 3ഉം 1ഉം എടുത്താൽ 4 വരും. സോ വേറെ ഏത് കോമ്പിനേഷൻ എടുത്താലും ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആകെ ഈ 4 പോസിബിലിറ്റീസ് മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ആ 4 പോസിബിലിറ്റീസ് ഒന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് y is equal to 3, or
ഈ ബ്രാക്കറ്റ് ഇവിടെ വേണ്ട. Or x equal to 1 and y equal to 2, or x equal to 2 and y equal to 1, or x equal to 3 and y equal to 0. ഇങ്ങനെ 4 എണ്ണം വരും. പക്ഷെ ഇതിനെ ഇങ്ങനെ ബ്രാക്കറ്റിനകത്തിട്ടിട്ട് നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിനെ എങ്ങനെ ആക്കാം നമുക്ക്? ഒന്നുകിൽ p of x equal to 0 and y equal to 3, or വന്ന എന്താക്കാം നമുക്ക്? പ്ലസ് p of x equal to 1 and y equal to 2, വീണ്ടും or, so plus p of x equal to 2 and y equal to 1 plus p of x equal to 3 and y equal to 0. ഇനി നടുക്ക് ഇവിടെ ആൻഡ് ഇട്ടിട്ട് നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ലല്ലോ. നടുക്ക് ആൻഡ് വന്നാൽ അതിനെ എന്താക്കാം? ഇൻറ്റു ആക്കാം. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. പ്രോബബിലിറ്റിക്കകത്ത് ഓർ വന്നാൽ ആഡ് ചെയ്യാം, ഇൻറ്റു ആൻഡ് വന്നാൽ പ്രൊഡക്റ്റ് എടുക്കാം. സോ അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? p of x equal to 0 into p of y equal to 3 plus p of x equal to 1 into p of y equal to 2 plus etc. ബാക്കി അങ്ങനെ എഴുതാം. കണ്ടോ, ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് ഒരു PSC എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് ഏത് എക്സാമോ ആയിക്കോട്ടെ, ഈവൻ നെറ്റിന്റെ എക്സാം എന്തോ ആയിക്കോട്ടെ, ASRB നെറ്റ് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇരിക്കുമ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാനുള്ള ടൈം ഉണ്ടോ നമുക്ക്? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കണ്ടേ? എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ? ഷോർട്ട് കട്ട് ഉണ്ടോ? ഷോർട്ട് കട്ട് ഇൻ ദ സെൻസ് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ? ഇവിടെ ഇപ്പൊ പറഞ്ഞത് എക്സ് ഫോളോസ് ബൈനോമിയൽ 3 1/2, that is n1p. Y follows binomial 5 1/2, that is n2p, and they were independent. ഇനി ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു റിസൾട്ട് പഠിപ്പിച്ചില്ലേ? എക്സ് ബൈനോമിയൽ n1p, y ബൈനോമിയൽ n2p ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഫോളോസ് ബൈനോമിയൽ n1 പ്ലസ് n2p. അപ്പൊ ഇവിടെ n1 പ്ലസ് n2 എന്ന് പറയുമ്പോൾ 8 1/2. അപ്പോൾ ഇവിടെ രണ്ടും പീസ് ആയിരിക്കണം, ആ പീകൾ രണ്ടും സിമിലർ ആയിരിക്കണം. ആൻഡ് n1 n2 they were independent. ഇത്രയും കണ്ടീഷൻസ് നോക്കിയാൽ മതി, അതൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരെന്താ? അഡിറ്റീവ് പ്രോപ്പർട്ടി. അഡിറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ. ആ എക്സ് പ്ലസ് വൈ വേണമെങ്കിൽ ഒരു സെഡ് എന്ന് വിളിച്ചോ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 3. അതായത് നമ്മൾ നമ്മുടെ തിയററ്റിക്കലി ഇതിനെ വായിക്കുകയാണെങ്കിൽ p of z is equal to small z. ആ സ്മോൾ സെഡിന്റെ വാല്യൂ ആണ് 3. അപ്പൊ ഇതൊരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ഫോമിലല്ലേ? അപ്പോ nc3 p raised to 3 q raised to n minus 3. n ഇവിടെ എത്രയായി കിട്ടിയേ? 8. n1 plus n2 ആയിരിക്കുമല്ലോ പിന്നെ അഡിറ്റീവ് പ്രോപ്പർട്ടി കൊടുത്തു കഴിയുമ്പോൾ. അപ്പോൾ 8c3 1/2 raised to 3 1/2 raised to 5, because 8 minus 3. 8c3 എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്ത് നോക്കിയാൽ മതി. കോമ്പിനേഷൻ ചെയ്ത് നോക്കാൻ അറിയില്ലേ? ഇപ്പൊ എല്ലാത്തിൻ്റെ ഒന്നും നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് കാണാതെ പഠിച്ച് ഓർമ്മ വരണമെന്നില്ല. അപ്പൊ കോമ്പിനേഷന്റെ ഒരു റിസൾട്ട് ഓർത്ത് വെച്ചാൽ മതി. n ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ. അപ്പൊ ഇവിടെ 8 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. അത് ചെയ്യുമ്പോൾ 56 വരും ഇൻറ്റു 1/2 raised to 8. അതായത് 56 by 256, that is 7/32. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്ക്. സെവൻ ബൈ 32 ഓപ്ഷനിലുണ്ട്. ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ PSCക്കൊക്കെ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ പോയിട്ട്, ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ വീഡിയോ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ അതല്ല കുറച്ചും കൂടെ വേറെ ഒരു ടൈപ്പ് ഒക്കെ വരാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാം. ശ്രദ്ധിക്കാം. The moment generating function, the MGF of a distribution is 2/3 plus 1/3 e raised to t the whole raised to 9. Then find the mode. Options:
2, 3, 1, 2.5. Okay. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാം? ഇതിന് നമ്മളൊരു 1-2 കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഒന്ന്, ഒരു MGF കണ്ടാൽ അത് ഏത് ഡിസ്ട്രിബ്യൂഷന്റെ ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി വേണം. അപ്പൊ നമുക്കൊരു സംശയം വരും, എന്താ ഒരു ഫോം ഓഫ് MGF ഒരു ഡിസ്ട്രിബ്യൂഷന് മാത്രമാണോ ഉള്ളതെന്ന്, അത് വേറെ ഡിസ്ട്രിബ്യൂഷനും വന്നൂടെ? അങ്ങനെ വരില്ല. അതിന് നമ്മൾ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യണം. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് വളരെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. മൊമെന്റ്സിനെ ജനറേറ്റ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. അത് എല്ലാ ഡിസ്ട്രിബ്യൂഷനും എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ അത് ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്. അത് ഈ സെഷനിൽ വരുന്നതല്ല, ജനറേറ്റീവ് ഫംഗ്ഷൻസിന്റെ സെഷനിൽ വരുന്നതാണ്. അത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഒക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് അതിൻ്റെതായ വീഡിയോ ഒക്കെ ചെയ്യാം. ഏതെങ്കിലും ഒരു ഏരിയ എസ്പെഷ്യലി ഇപ്പൊ അർജന്റ് ആയിട്ട് ആർക്കെങ്കിലും വീഡിയോ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്താൽ മതി, കമന്റിൽ ഇട്ടാൽ മതി, നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് MGF. അപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡ് നോട്ട് ബി ഓൾവൈസ് എക്സിസ്റ്റ്. എപ്പോഴും എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്. ദ മീനിങ് ഓഫ് ദ സെന്റൻസസ് അല്ലെങ്കിൽ ദ സ്റ്റേറ്റ്മെന്റ് ഇപ്പോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ MGF ഉണ്ട്, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ MGF ഉണ്ട്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ MGF ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയാൽ കുറെ ഡിസ്ട്രിബ്യൂഷൻസിന് MGF ഉണ്ട്. പക്ഷേ ചില ഡിസ്ട്രിബ്യൂഷൻസിന് MGF എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ, ഡിസ്ട്രിബ്യൂഷൻസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലല്ലോ, കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ളത് പറഞ്ഞുതരാം. എല്ലാ ഡിസ്ട്രിബ്യൂഷൻസിനും MGF എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ട്രൂ ഓർ ഫാൾസിലാണ് ഒരു തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ദ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ നീഡ് നോട്ട് ബി ഓൾവൈസ് എക്സിസ്റ്റ്. എപ്പോഴും എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. ട്രൂ ഓർ ഫാൾസ്, അത് ട്രൂ ആണ്. എപ്പോഴും എല്ലാത്തിനും എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. ഇനി അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, MGF എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് ഓൾവൈസ് യുണീക്ക്. അത് യുണീക്ക് ആയിരിക്കും. അത് ആ ഡിസ്ട്രിബ്യൂഷൻ്റെത് മാത്രമായിരിക്കും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് MGF ഉണ്ടെങ്കിൽ ആ ഫോമിലുള്ളത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് മാത്രമേ ഉള്ളൂ. പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലോട്ട് വരുമ്പോൾ വേറെ ഫോമിലായിരിക്കും. അതാണ് യുണീക്ക്നെസ് പ്രോപ്പർട്ടി ഓഫ് ദ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്കറിയാം, ഇതിപ്പോ ഒരു MGF തന്നിട്ടുണ്ട് 2/3 + 1/3 e⁻⁻⁹ 9. അപ്പൊ ഇത് ഏതോ ഒരു ഡിസ്ട്രിബ്യൂഷന് മാത്രം കാണുന്ന ഒരു MGF ആണ്. അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് ഓർമ്മ വരണം. ആ ഒരു വളരെ കുറച്ച് ടൈമേ ഉള്ളൂ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ. ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ നമ്മുടെ ബ്രെയിനിൽ വരണം അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ളത്. ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. നമുക്കറിയാം ഇതിപ്പോ കിടക്കുന്ന ഫോമാറ്റ് എന്ന് പറയുന്നത് Q + P e⁻⁻⁴ ഇത് നമ്മൾ ആകെ 2 ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ തൽക്കാലം പഠിച്ചിട്ടുള്ളൂ. കുറച്ച് കൂടുതൽ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ഇപ്പൊ നമ്മൾ പഠിച്ച അനുസരിച്ച് ഇത് ബൈനോമിയലിന്റെ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? N 9 ആണ്, P 1/3 ആണ്, Q 2/3 ആണ്. ഈ 3 കാര്യങ്ങള് ഈ ജനറൽ ഫോമും തന്നിരിക്കുന്ന പെർട്ടിക്കുലർ ഫോമും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന മോഡാണ്. മോഡിന്റെ ഇക്വേഷനും ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? N + 1 × P -1 less than or equal to x less than or equal to N + 1 × P. That is, mod is the value of x in which the probability mass function attains its maximum. ഒരു മാസ് ഫംഗ്ഷൻ അതിന്റെ മാക്സിമം വാല്യൂവിൽ എത്തുന്നത് എക്സിന്റെ ഏത് വാല്യൂവിലാണോ അതാണ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു ഫോർമുല നമ്മൾ ബൈ ഹാർട്ട് ചെയ്തു. ഇത് ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇന്റിജർ വാല്യൂ ഓഫ് എക്സ് ആണ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തോ. N + 1 that is 10 into 1/3 - 1 less than or equal to x less than or equal to 10 into 1/3. അതായത് 10/3 - 1 less than or equal to x less than or equal to 10/3. That is 2.33 less than or equal to x less than or equal to 3.33. ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു ഇന്റീജർ വാല്യൂ. Without any doubt, that is 3. 2.33ക്കും 3.33ക്കും ഇടയിൽ വരാൻ ചാൻസ് ഉള്ളത് 3 മാത്രമല്ലേ ഉള്ളൂ ഇന്റീജർ ആയിട്ട്. സോ 3 is the mod. സോ ഇവിടെ യൂണി മോഡലാണ്. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. ഇൻ ദിസ് കേസ് ദ മോഡ് ഇസ് യൂണി മോഡ്, ബൈ മോഡൽ, അങ്ങനെ വേണമെങ്കിലും ഓപ്ഷൻസിൽ വരാം.
ഒരു മോഡ് മാത്രം ഉള്ളപ്പോഴാണ് നമ്മൾ അതിനെ യൂണി മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ ദ മോഡ് ഇസ് 3. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് PSC കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വരിക. ഇനി ഒരു ASRB നെറ്റ് ലെവല് അല്ലെങ്കിൽ ഒരു CSIR നെറ്റ് ലെവല്, CSIR നെറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ അത് ഹയസ്റ്റ് ലെവലിലാണ് നിൽക്കണേ. ഒരു CSIR നെറ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു UGC നെറ്റ് ലെവലിലേക്കൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടി പറയാം. If x follows binomial n 1/4, what is the smallest value? അല്ലെങ്കിൽ ഓക്കെ, നമുക്കൊരു ഒരു ഓപ്ഷൻസ് ടൈപ്പ് ആയിട്ട് പറയാം. Then the smallest value of n such that probability of x greater than or equal to 1 greater than or equal to 0.7. Options 1, 3, 5, 7. Sorry, 4. ഇത്രയുമാണ് ഓപ്ഷൻസ്. അപ്പോൾ if x follows binomial n 1/4, then the smallest value of n such that p of x greater than or equal to 1 greater than or equal to 0.7. ഇത് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും നമ്മൾ പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആൻസർ കിട്ടുന്നവർ കമന്റിലിടുക, ചെയ്തിട്ട് കമന്റിലിടുക. ഞാൻ തിരിച്ച് കമന്റ് റിപ്ലൈ തരാം, ശരിയാണോ തെറ്റാണോ എന്ന്. ഇനി അതല്ല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് വീഡിയോയിൽ ഇതിന്റെ ആൻസർ നമുക്ക് പ്രൂവ് ചെയ്യാം. ഞാൻ ഇതിന്റെ ഒരു ക്ലൂ തരാം. ആക്ച്വലി ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ വളരെ സിമ്പിൾ ആണ്. അതായത് എക്സ് ബൈനോമിയൽ n 1/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഓഫ് n കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എന്നിന്റെ ഏറ്റവും ചെറിയ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് തന്നിട്ടുണ്ട് ഒരു കണ്ടീഷൻ, ഹോൾഡഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് p of x greater than or equal to 1 greater than or equal to 0.7. ആ പ്രോബബിലിറ്റി ഓൾറെഡി ട്രൂ ആണ്. ആ പ്രോബബിലിറ്റി ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. ആ പ്രോബബിലിറ്റി ഒന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോസ് കാണുന്ന ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ആൻസേഴ്സ് കമന്റ് ബോക്സിൽ ഇടാം. ശരിയാണെങ്കിൽ ഞാൻ ഓക്കെ പറയാം. ഇനിയിപ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാലും ഇല്ലെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യും. എന്നാലും ട്രൈ ചെയ്യാം. നമുക്കിനി കുറച്ച് സമയമല്ലേ ഉള്ളൂ ഈ പറഞ്ഞ എക്സാംസിനൊക്കെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ബൈനോമിയലിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ വെച്ചിട്ട് നിർത്താണ്. ഇതിന്റെ ആൻസറും കൂടി പറഞ്ഞ് നിർത്താണ് നെക്സ്റ്റ് വീഡിയോയിൽ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് സ്പീഡിൽ നമുക്ക് പോകണം. ഓക്കെ, അത്യാവശ്യം സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂഷൻസ് മാത്രമേ പറയുള്ളൂ. അപ്പോൾ താങ്ക് യു. വീഡിയോസ് കാണുന്നവർക്കും സമയം സ്പെൻഡ് ചെയ്യുന്നവർക്കും ഒക്കെ താങ്ക് യു.